കാശിയിൽ പാതി കൽപ്പാത്തിയിൽ. കേരളത്തിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാലക്കാട്ടെ കൽപ്പാത്തി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്ര സിനിമകളുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ്. കൽപ്പാത്തിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാമേ. കൽപ്പാത്തി ഒരു വികാരമാണ്. പാലക്കാടിന്റെ കാശി അല്ലെങ്കിൽ ദക്ഷിണ കാശി. ഗംഗാ തീരത്തുള്ള കാശി വിശ്വനാഥ ക്ഷേത്രവുമായി സാമ്യമുള്ളതിനാലാണ് കൽപ്പാത്തിക്ക് ദക്ഷിണ കാശി എന്ന പേര് വന്നത്. പാർവതി ദേവിയോടൊപ്പമുള്ള ശിവനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കാശിയിൽ നിന്ന് കൊണ്ടുവന്ന ബാണലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കാശിയിലുള്ള അതേ പ്രതിഷ്ഠകൾ ഇവിടെ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി, ഗംഗാധര സ്വാമി, ചണ്ഡികേശ്വരർ, കാലഭൈരവർ അങ്ങനെയുള്ള നിരവധി പ്രതിഷ്ഠകളുള്ള ഒരു മഹാക്ഷേത്രം, ശിവാലയം. ക്ഷേത്രം ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ്. 600 വർഷം പഴക്കം ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. 1425-26 കാലത്ത് അഗ്രഹാരത്തിലെ ലക്ഷ്മി അമ്മാൾ എന്ന സ്ത്രീ കാശിയാത്ര കഴിഞ്ഞുകൊണ്ടുവന്ന ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് 1424 കാശിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ലക്ഷ്മി അമ്മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ഒരു ശിവലിംഗം അവിടുന്ന് കിട്ടി. അപ്പോൾ അവർ മനസ്സിൽ തോന്നിയത് എന്തായാലും നമുക്ക് നാട്ടിൽ വന്ന് പാലക്കാട് ഇതിനെ സ്ഥാപിക്കാമെന്നുള്ള രീതിയിൽ അവർ തിരിച്ചു വരുന്നു. പാലക്കാട് രാജാവ് ശേഖരവർമ്മ എന്ന് പറയുന്നവരുടെ അടുത്ത് പോയിട്ട് ഇവർ കാര്യം പറഞ്ഞു. രാജാവ് പറഞ്ഞു എന്നാൽ ഓക്കെ, അത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കോണിക്കരട്ടിലെ ഇട്ടിപ്പങ്ങിയച്ചെന്ന് പറഞ്ഞ ആളെ അവർ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനായിരുന്നു രാജാവിൻ്റെ. കാരണം നമുക്കൊരു ക്ഷേത്രം പണിഞ്ഞു കൊടുക്കണം, അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്യണം. ഈ ഇട്ടിപ്പങ്ങിയച്ചൻ എന്ന് പറയുന്ന വലിയ കോണിക്കരത്തിലെ കാരനവർ മുൻകൈ എടുത്ത് 1 വർഷത്തിനുള്ളിൽ, അതായത് 1425 ഈ ക്ഷേത്രത്തിൻ്റെ പണി തീർത്തു. വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ഇതിനാൽ ദക്ഷിണ കാശി എന്നും തെക്കിന്റെ വാരണാസി എന്നും ഒക്കെ കൽപ്പാത്തിക്ക് പേരുകളുണ്ട്. വിശാലാക്ഷി സമേത സ്വാമി ഒരു കേരളത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടെമ്പിളായി കഴിഞ്ഞു. ആഫ്റ്റർ 2008 ശേഷം കുംഭവാഷം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി റീമോഡൽ ചെയ്തു അമ്പലത്തിനെ. നല്ല ഒരു ടൂറിസ്റ്റ് സെൻ്റർ മാതിരി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ആൾക്കാരും നിറയെ വരാൻ നോക്കാൻ വരുന്നുണ്ട്. ഈ മെയ് മാസം 25-ാം തീയതി കുംഭവാഷം നടക്കാൻ പോവുകയാണ്. അത് എല്ലാ ഗ്രാമക്കാരും ചേർന്ന് ഇത് നടത്തുകയാണ്. ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഈ വിഗ്രഹങ്ങളൊക്കെ ചില സ്ഥലത്ത് നവഗ്രഹം പ്രതിഷ്ഠ മാറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാം ചേർന്ന് ഒരു പുതിയ ലുക്ക് വരാൻ പോകണു. കൽപ്പാത്തിയിലെ വിശ്വനാഥ സ്വാമി ക്ഷേത്രം തീർച്ചയായും നിരവധി വികാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഭക്തരാണ് ദിവസവും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എല്ലാപ്പോഴും വരാറുണ്ട്, എല്ലാ ശനിയാഴ്ചയും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വരാറുണ്ട്. ഇവിടെ വന്നാൽ തന്നെ ഒരു പ്രത്യേക നമുക്കൊരു ഇതാണ്, സമാധാനമാണ്. നമ്മൾ കുട്ടിക്കാലം നല്ല വരാറുണ്ട്. നല്ലൊരു ഉമാമഹേശ്വര അമ്പലം ഇവിടെ മാത്രമേ ഉള്ളൂ. പാലക്കാട് ജില്ലയിലെ ശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന അമ്പലം ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ശിവൻ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. நாங்கள் அடிக்கடி இந்த கோயிலுக்கு வருவோம். நல்ல வைப்ரேஷன், நல்ல ஒரு அதாவது என்ன வேண்டுனாலும் நடக்கும், அந்த மாதிரி உள்ள கோயில். കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നാണിത്. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിന്റെ ഉത്സവകാലം തുടങ്ങുന്നത് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കുന്നതോടെയാണ്. രഥോത്സവത്തിന് എല്ലാ രഥോത്സവത്തിനും ഞങ്ങൾ വരും. തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, എങ്കിലും ഇവിടെ വരും, രഥം വലിക്കും. അതൊരു പതിവുള്ളതാണ്. പൈതൃക ഗ്രാമമായ കൽപ്പാത്തി സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനുകളിലൊന്നാണ്. അതിഥികളെ ദേവതുല്യം കാണുന്നവർ. പ്രഭാതം മുതൽ പ്രദോഷം വരെ പല കോലങ്ങളിലും കളമെഴുതുന്ന സ്ത്രീകൾ. പൈതൃകം കൈവിടാതെ ആചാരവും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായിടം.
ന്യൂസ് മലയാളം, പാലക്കാട്.